ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം അഡ്മിറലായ വാൻ റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. അഡ്മിറലായ വാൻ റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തി. ഇത് പബ്ലിഷ് ചെയ്തത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ്. എത്ര വാല്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 12 വാല്യങ്ങളാണുള്ളത്. 1678-703 കാലത്താണ് പുറത്തിറക്കിയത്. മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ്. മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. ഇപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് അച്ചടിക്കുന്നതിന് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് അഡ്മിറലായിട്ടുള്ള വാൻ റീഡാണ്. ആംസ്റ്റർഡാമിൽ നിന്നുമാണ് അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. ആകെ 12 വോള്യങ്ങളുണ്ട്. 1678-1703 കാലത്താണ് പുറത്തിറക്കിയത്. മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ്. മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച വൈദ്യൻ. ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച വൈദ്യൻ. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രതിപാദ്യ വിഷയമാണ് മലബാറിലെ വൃക്ഷലതാദികൾ. മലബാറിലെ വൃക്ഷലതാദികളെക്കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തെങ്ങാണ് ആദ്യം പ്രതിപാദിക്കുന്ന കേരളീയ സസ്യം. അവസാനം പ്രതിപാദിക്കുന്നത് ആൽവൃക്ഷമാണ്. ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് തെങ്ങിനെക്കുറിച്ചും അവസാനം പ്രതിപാദിച്ചിരിക്കുന്നത് ആൽവൃക്ഷത്തെക്കുറിച്ചുമാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. അപ്പോൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവർ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ആളുകൾ. ഹോർത്തൂസ് മലബാറിക്കസ് ഉപയോഗിച്ചിട്ടുള്ള ഭാഷകളാണ് ലാറ്റിൻ, അറബിക്, സംസ്കൃതം, മലയാളം. അപ്പം ഹോർത്തൂസ് മലബാറിക്കസിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകളാണ് ലാറ്റിൻ, അറബിക്, സംസ്കൃതം, മലയാളം. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. കേരളരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇപ്പോൾ കേരളരാമം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥമാണ്. ഓക്കെ, താങ്ക് യു.